അനീഷ് പറഞ്ഞൊരു സംഭവം കോമണറാണ് അല്ല, അനീഷ് എങ്ങനെയാണ് കോമണർ ആകുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രമാണ്, ഒരു കാറ്റഗറിയാണ്. അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ ടെലിവിഷൻ ചാനലിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ്. പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു 17 വയസ്സ് തൊട്ട് എന്തോ TV-യിൽ ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത്, കാരണം തൃശ്ശൂരുകാരനല്ലേ. അപ്പോൾ തൃശ്ശൂരുകാരുടെ ഒരു ഭാഷയുടെ ഒരു രസമുണ്ട്, അത് ഒരു തൃശ്ശൂർക്കാരനെയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത് എന്താണ്? അപ്പോൾ ഞാൻ 17 വയസ്സ് തൊട്ട് ഇങ്ങനെ TV-യിൽ ന്യൂസ് റീഡറാണ്, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ച ഭാഷയാണ്, പിന്നെ അത് ശീലമായിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഒരു ന്യൂസ് റീഡർ ഓൾസോ ഒരു സെലിബ്രിറ്റിയാണ്. പക്ഷേ അനീസ് സ്വയം അവകാശപ്പെടുന്നത് സാധാരണക്കാരനാണത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം സാധാരണക്കാരാണ്, നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് സ്വയം പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോമണർ എന്ന് പറയുന്നത് ആദില നൂറാണ് കോമണർ. കാരണം അവർ പിന്നെ സെലിബ്രിറ്റീസ് അല്ലേ, അവരൊരു ടെലിവിഷൻ ചാനലിൽ പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ പിന്നെ സംവിധാനം ചെയ്യുകയോ തിരക്കഥ എഴുതുകയോ ആങ്കറായിട്ട് വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളുകളല്ലേ. അപ്പോൾ അവരല്ലേ ആക്ച്വൽ കോമണർ. അനീഷിന് വ്യക്തമായ PR ഉണ്ട്, മനസ്സിലായി? അതാണ് അത് പ്രതിഫലിക്കുന്നത്. അല്ലാതെ പിന്നെ അതിന് വേണ്ടി വേറെ കാര്യമൊന്നുമില്ല, അത് വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുള്ള PR നടക്കുന്നത്. ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് സാബുവിൻ്റെ റിലേ എല്ലാം പോയെന്ന് തോന്നുന്നു. അനീഷിൻ്റെ വായിരിക്കുന്നത് കേട്ടിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എയർപോർട്ടിൽ വന്നിട്ട് പുള്ളിക്കാരൻ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്തൊരു ചെറിയൊരു ബൈറ്റാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ പറ്റിയിട്ട് ഫുള്ള് നെഗറ്റീവാണ് പറയുന്നത്. സംഭവം അനീഷ് കൊടുത്തത് പുള്ളിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഇറങ്ങിപ്പോകാൻ നേരത്ത് അനീഷ് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സാബു അണ്ണ ഇതുപോലെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്, ഒന്നും തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സാബു അതൊക്കെ കേൾക്കാത്ത രീതിയിൽ പുള്ളി മൈൻഡ് ചെയ്യാതെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അനീഷിനെ പറ്റിയിട്ട് അങ്ങോട്ട് മൊത്തം കുറ്റമാണ് പറയുന്നത്. അപ്പം പുള്ളി പറയാണ് അനീഷ് എങ്ങനെ കോമഡറാവും, അനീഷ് സെൽമീതി ആൻസറിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ ഏതോ ലോക്കൽ TV-ക്കകത്ത് വാർത്ത വായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ സാബു എന്തൊരു മണ്ടനാണ്, പുള്ളി മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് ഞാനൊരു ഡൗട്ട്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ സീസൺ 1 തൊട്ട് സീസൺ 7 വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കണ്ടസ്റ്റൻസിനകത്ത് ഏറ്റവും നെഗറ്റീവായിട്ട് ഇവിടുന്ന് കയറിപ്പോയൊരു വ്യക്തിയാണ് സാബു, അല്ലേ? നെഗറ്റീവായിട്ട് കയറിപ്പോയി പോസിറ്റീവായിട്ട് കപ്പടിച്ചിറങ്ങിയിട്ടുള്ള ആളാണ് സാബു. അങ്ങനെയാണെങ്കിൽ ഞാൻ സാബുവിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, സാബു PR വെച്ചാണോ കപ്പടിച്ചത്? കാരണം അത്രയും നെഗറ്റീവായിട്ട് ഹേറ്റോടുകൂടി കയറിപ്പോകുന്ന വ്യക്തിയാണ്. അതുവരെ ബിഗ് ബോസിലോട്ട് പോകുന്നവരെ ഒരാൾക്കും സാബുവിന് ഇഷ്ടമേ അല്ലായിരുന്നു, അല്ലേ? അത്രയ്ക്കും വെറുപ്പുള്ളൊരു വ്യക്തിയായിരുന്നു സാബു. പുള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാണ്. അപ്പം അത്രയും ഹേറ്റോടുകൂടി കയറിപ്പോയിട്ട് പോസിറ്റീവായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ്. അത് സാധാരണപ്പെട്ട ജനങ്ങളാണ് പുള്ളിയെ ഇഷ്ടപ്പെട്ടതും പുള്ളിക്ക് കപ്പ് നേടിക്കൊടുത്തതും, അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാബു അപ്പം PR വെച്ചാണോ കപ്പടിച്ചത്? ആണോ? അല്ലല്ലോ. ജനങ്ങൾ ഇഷ്ടപ്പെട്ടല്ലേ, ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തല്ലേ സാബു കപ്പ് മേടിച്ചത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഒരു കോമഡറായിട്ട് കയറിപ്പോയിട്ടുള്ള ഒരാൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം സാബു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് വ്യക്തമായിട്ടുള്ള PR ഉണ്ടെന്ന്. എന്തുവാടേ, എനിക്കത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയാൻ ചിരിയാ വന്നത്. ഇത്രയും തലയ്ക്ക് സത്യം പറയാൻ സാബു ഇത്രയും മണ്ടനാണെന്ന് ഞാൻ അറിയുന്നത് ഈ ഒരു ഒറ്റ ഡയലോഗിൽ. കാരണം സാബു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് വ്യക്തമായിട്ടുള്ള PR ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഉത്തരവാണ്, ആ സാബു പറഞ്ഞതിന് ഉത്തരവാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കയറിപ്പോയി പോസിറ്റീവായിട്ട് ഇറങ്ങി വന്ന ആളാണ് സാബു. അപ്പം അനീഷിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ അനീഷ് അവിടെ ചെന്നു, ആദ്യം അനീഷിനെ ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അനീഷിനെ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി, സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അയാളെ ക്യാരക്ടറും അയാളെ ക്വാളിറ്റി കൊണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ ഇവിടെ PR മണ്ണാങ്കട്ടയൊന്നുമില്ല. അനീഷിന് PR ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമോ, അനീഷിൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നേനെ, റീൽസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നേനെ. PR ഏറ്റെടുത്തേക്കുന്ന വ്യക്തികൾ ആദ്യം പണി തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അവരൊരു പേഴ്സണൽ അക്കൗണ്ടിനകത്ത് സ്റ്റോറി ഇട്ടും ബൂസ്റ്റ് ചെയ്തും റീൽസ് ഇട്ടൊക്കെയാണ് PR പണി തുടങ്ങുന്നത്. ഇവിടെ ഇത്രയും ദിവസമായി അനീഷിൻ്റെ അക്കൗണ്ടിൽ ഒരു സ്റ്റോറി പോലും ഞാൻ കണ്ടിട്ടില്ല. അനീഷിൻ്റെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരൻ്റെ PR ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം.
എന്തായാലും കൊള്ളാം. സാബു പറഞ്ഞത് ഭയങ്കര കോമഡി ആയിപ്പോ കേട്ടോ. മുട്ടക്കാട്ടം കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കാട്ടം കോമഡിയാണ്. പുള്ളിക്കാരന് ഇത്രയും ചിന്തിക്കാൻ ഇത്രയും ഒരു ഇതേ ഉള്ളതെന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. പിന്നെ കോമഡർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സെൽമി ദി ആൻസർ പോലുള്ള ഇപ്പോൾ ഒരു ടി വി പരിപാടിയിൽ ഒരു 10-50 പേര് അല്ലെങ്കിൽ ഒരു 100 പേര് പോട്ടെ, ഒരു 20 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി. ഇപ്പോൾ ബിഗ് ബോസ് ഷോ കാണാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ബിഗ് ബോസിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ 10-50 പേരുണ്ട്. അപ്പോൾ ആ ആൾക്കാർ ഇടയ്ക്ക് പോയിരുന്ന് പരിപാടി കണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ എങ്ങനെയാണ് സെലിബ്രിറ്റി ആവുന്നത്? അയാൾ എങ്ങനെയാണ് സെലിബ്രിറ്റി ആവുന്നത്? പോട്ട് സെൽമി ദി ആൻസറിനകത്ത് അനീഷ് പങ്കെടുത്തുന്നിരിക്കട്ടെ, അവിടെ 10-30 പേരുണ്ടല്ലോ. അപ്പം സാബു പറയുന്നത് അതിൽ പങ്കെടുത്തുകൊണ്ട് അനീഷ് സെലിബ്രിറ്റിയാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 30 പേരും സെലിബ്രിറ്റി ആവണമല്ലോ. ഈ 30 പേര് അവിടെ പോയി അല്ലേ തന്നെ ഇരിക്കട്ടെ. ഈ അനീഷിന് ഇത്രയും നാളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ബിഗ് ബോസിൽ വന്നതിൽ പിന്നെയാണ് അനീഷിനെ കണ്ടത്. ബാക്കി ഒട്ടുമിക്ക ആൾക്കാരെയും എനിക്കറിയാം. പുള്ളി എന്നിട്ട് ആദില നൂറയുടെ കാര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദില നൂറയും കോമഡർ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ആദില നൂറ എങ്ങനെയാണ് കോമഡർ ആവുന്നത്? അവരെ ഒരുപാട് പേര് അറിയപ്പെട്ട് കഴിഞ്ഞു. കാരണം ന്യൂസിനകത്തായാലും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലായാലും അവർ വൈറലായിട്ടുള്ള ആൾക്കാരാണ്. ജനങ്ങൾ അവർക്ക് ഓൾറെഡി അറിയാം. 10-4 ലക്ഷം ഫോളോവേഴ്സുള്ള സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽ അവർക്കുണ്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാം ഉണ്ട്. 1 ലക്ഷം അടുപ്പിച്ച് കണ്ട ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പം അവർ ഇൻഫ്ലുവൻസർ അല്ല, അവരെ ആളെ അറിയുന്നില്ലേ? അവരെങ്ങനെയാണ് കോമഡർ ആവുന്നത്? എന്തുവാടെ ഈ സാബു എണ്ണം പറയുന്നത്? പുള്ളിക്കൊന്ന് ചിന്തിച്ചൂടെ? ഈ അനീഷിനെ അറിയാമെങ്കിൽ നമ്മൾ ആരും അനീഷിനെ കണ്ടിട്ടില്ല, ഒറ്റ മനുഷ്യന് കണ്ടിട്ടില്ല. അപ്പൊ പുള്ളി അത് മാത്രമല്ല, ബിഗ് ബോസും ലാലേട്ടനും പുള്ളിയെ കോമഡർ എന്നൊരു ടാഗിലും കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പൊ അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ബിഗ് ബോസ് ടീം തന്നെയാണ് ഈ അനീഷ് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനീഷിനെ ആ ഒരു കാറ്റഗറിയിൽ എടുക്കത്തില്ലേ ഉള്ളായിരുന്നു. മൈജിയുടെ ഈ പറയുന്നിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഇവന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ വേറെ എത്രയോ ആൾക്കാരെ എടുത്തിട്ട് അനീഷിനെ ഈ പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച ബിഗ് ബോസിലേക്ക് വിടായിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെ വിട്ടില്ല? അപ്പോൾ ഒരു കോമഡർ എന്നൊരു ടാഗയും കൊടുത്ത് ബിഗ് ബോസ് തന്നെയാണ് വിട്ടേക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുള്ളി പറയണം അനീഷ് കോമഡർ അല്ല, അനീഷ് എങ്ങനെയാണ് കോമഡർ ആവുന്നതെന്ന്. ഏതെങ്കിലും ഒരു ലോക്കൽ ചാനലിനകത്ത്, നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആൾക്കാർ ലോക്കൽ ചാനലിനകത്ത്, കേബിൾ TV ചാനലിനകത്ത് വാർത്ത വായിക്കുന്നത് അവരാർക്കെങ്കിലും അറിയാവോ? ആ നാട്ടിലുള്ള ഒരു 10 പേർക്ക് അറിയാം, അല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാവോ? എന്തായാലും കൊള്ളാം. എന്തായാലും സാബുവിൻ്റെ കിളിയൊക്കെ പാറിയിട്ടുണ്ട്. അനീഷിൻ്റെ വായിന്ന് വയറ് നിറച്ച് കിട്ടിയതിൻ്റെ റിലേ ഇപ്പോഴും പുള്ളിക്ക് വന്നിട്ടില്ല. അതിൻ്റെ നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ അനീഷിനെതിരെ പുള്ളി നെഗറ്റീവ് അടിച്ചു തുടങ്ങിയത്. എനിക്ക് അങ്ങനെ അനീഷിന് PR ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുള്ളി ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള ഇതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നിട്ടും പുള്ളി പറഞ്ഞത് ബെസ്റ്റ് എക്സാമ്പിളാണ് പറഞ്ഞത്. ആദില നൂറേയും പറ്റിയിട്ട് കേരളക്കര തരംഗമായിട്ടുള്ള 2 വ്യക്തികളാണ് ഈ ആദില നൂറ അല്ലേ. ന്യൂസിനകത്തും ഏഷ്യനെറ്റ് ന്യൂസിനകത്തും അതുപോലെ റിപ്പോർട്ടിനകത്തും 24-നകത്തും ഇതിനകത്തെല്ലാം വന്നിട്ടുള്ള വാർത്തകൾ അവരെ പറ്റിയിട്ടുണ്ട്. ഞാനതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവരെയൊക്കെ എനിക്ക് മുമ്പേ അറിയാവുന്നതാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് അറിയാത്ത സത്യം പറഞ്ഞാൽ നെവിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നെവിനെ അറിയത്തില്ല. പക്ഷെ നെവിനെ അറിയത്തില്ലെങ്കിൽ നെവിനൊരു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും അങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽ ഉള്ള ഒരാളാണ്. പിന്നെ അനീഷ്, ബാക്കി ഉള്ളവരെയൊക്കെ അത്യാവശ്യം എനിക്ക് അറിയാവുന്നതാണ്. അവരൊക്കെ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർമാരും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം എന്തായാലും. അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും സാബു മിക്കവാറും ഇനി പുള്ളി പോയിരുന്നിട്ട് പുള്ളി ഫുള്ള് നെഗറ്റീവ് അടി തുടങ്ങും. ഇവിടെ എല്ലാം പോയി ഇൻ്റർവ്യൂവിലെല്ലാം കൊടുത്ത് മിക്കവാറും അനീഷിനെ പറ്റി നെഗറ്റീവ് അടി ആയിരിക്കണം. അത്രയ്ക്കും പുള്ളിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുവിന് അവിടെ അനീഷ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് സാബുവിന് ഒറ്റ വാക്കിൽ ഉത്തരം, അവിടെ ഒറ്റ വാക്കിൽ അത് ഫിനിഷ് ചെയ്യായിരുന്നു. നീ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നത്, നീ ഈ ചോദ്യം ബിഗ് ബോസിനോടോ ലാലേട്ടനോടോ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം സാബുവിൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. അനീഷ് ചിലപ്പോൾ ഒരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തായിരിക്കാം. കാരണം സാബുവിനെ പോലുള്ളൊരു ആള്, കാരണം ബിഗ് ബോസ് സീസൺ 1 വിന്നറാണല്ലോ. അപ്പോൾ അത്രയും ഒരു ഇതായിട്ടുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി ഇട്ട് കൊടുത്തായിരിക്കാം. പക്ഷെ സാബുവിന് അവിടെ പറയായിരുന്നു, നീ ഇത് എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, നീ ബിഗ് ബോസിനോടോ അല്ലെങ്കിൽ ലാലേട്ടനോടോ ചോദിക്കും, ഇതിന് ഉത്തരം പറയാൻ ഞാൻ അർഹനല്ല, എനിക്കറിയത്തില്ല എന്ന് പറയണമായിരുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം. സി